നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീടുകളിൽ നമ്മൾ പല വസ്തുക്കളും സൂക്ഷിക്കാറുണ്ട് അല്ലെ? ഇതിലെ സൂക്ഷിക്കുന്നത് വഴി ദാരിദ്ര്യവും ദുഃഖവും കടവും കഷ്ടപ്പാടുകളും മാത്രം നൽകുന്ന ചില വസ്തുക്കളുണ്ട്. ഈ വസ്തുക്കൾ ഏതൊക്കെയാണ് എന്നുള്ളത് പലർക്കും അറിയില്ല. അറിയാത്തത് കൊണ്ടാണ് അവരത് സൂക്ഷിക്കുന്നത്. ഇങ്ങനെയുള്ള വസ്തുക്കൾ നമ്മൾ വീട്ടിൽ വെക്കാനായിട്ട് പാടുള്ളതല്ല. ഇനി അങ്ങനെ ഉണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും അത് നിങ്ങൾ ഇന്ന് തന്നെ തീർച്ചയായിട്ടും ഒഴിവാക്കിയിരിക്കണം. ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളാണ് സൃഷ്ടിക്കുന്നത്. രോഗദുരിതങ്ങൾ നിങ്ങളെ വിട്ടൊഴിയാതെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അതൊക്കെയും തന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചില വസ്തുക്കൾ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള വസ്തുക്കളെ കുറിച്ചാണ്, അതായത് നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത വസ്തുക്കളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇങ്ങനെ സൂക്ഷിക്കാൻ പാടില്ലാത്ത ഈ വസ്തുക്കൾ നിങ്ങൾ വീട്ടിൽ വച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നത് വഴി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. വലിയ ഉയർച്ച തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അപ്പോൾ ഏതൊക്കെയാണ് ആ വസ്തുക്കൾ എന്നത് നമുക്ക് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. വളരെയധികം കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പാടുകൾ സഹിച്ച് സമ്പാദ്യം ഉണ്ടാക്കുന്നവരായിരിക്കും നമ്മൾ ഓരോരുത്തരും. ഒരുപാട് കഷ്ടപ്പെട്ട് ഇതുപോലെ ഒരല്പം സമ്പാദ്യമാക്കി വരുമ്പോഴേക്കും അത് വളരെ പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന, നമ്മുടെ കയ്യിൽ നിന്നും അകന്നു പോകുന്ന ഒരു സാഹചര്യം, ഒരു അവസ്ഥ പലരും നേരിടുന്നുണ്ടാവും. എപ്പോഴും പറയാറില്ലേ, നമ്മൾ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന സമയത്ത് വളരെ അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ വീണ്ടും മറ്റ് പ്രതിസന്ധികൾ കടന്നു വരുമ്പോഴാണ് നമുക്ക് ഒരു നിലയില്ലാ കയത്തിൽ എന്ന പോലെ നിൽക്കേണ്ട അവസ്ഥയുണ്ടാവുന്നത്. നിങ്ങൾ നേരിടുന്ന ഈ ഒരു പ്രതിസന്ധിയുടെ പ്രധാന കാരണം എന്ന് പറയുന്നത് വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന നെഗറ്റീവ് ഊർജം പുറപ്പെടുവിക്കുന്ന ചില വസ്തുക്കളാവാം. നമുക്കറിയാം, നമുക്ക് എപ്പോഴും പോസിറ്റീവ് എനർജി ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ശരിയായ രീതിയിലുള്ള ഒരു ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. നമ്മുടെ വീട്ടിലായാലും നമ്മുടെ ചുറ്റുപാടായാലും എപ്പോഴും പോസിറ്റീവ് എനർജി നിറഞ്ഞ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. നെഗറ്റീവ് എനർജിയാണ് നമ്മളെ എപ്പോഴും തളർത്തിക്കളയുന്നത്, എപ്പോഴും താഴേക്ക് ഇറക്കി കളയുന്നത്. ഒരിക്കലും നമുക്ക് ഉയർച്ചയുണ്ടാവില്ല. നെഗറ്റീവ് എനർജി നമ്മളെ വലയം ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്നല്ല ഒരു കാര്യത്തിലും നമുക്ക് ഉയർച്ചയുണ്ടാവില്ല, വിജയം കണ്ടെത്താനായിട്ട് സാധിക്കില്ല. ഏതൊരു കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാലും, ധനപരമായാലും തൊഴിൽപരമായി കഴിഞ്ഞാലും കുടുംബത്തിലുള്ള സമാധാനമായി കഴിഞ്ഞാലും സ്വസ്ഥതയായി കഴിഞ്ഞാലും നമ്മുടെ ഗ്രഹത്തിൽ മഹാലക്ഷ്മി വാസം ഉണ്ടാവണം. മഹാലക്ഷ്മി വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏതൊരു തരത്തിലുള്ള വിജയവും കൈവരികയുള്ളൂ. നമ്മുടെ ഗ്രഹത്തിൽ മഹാലക്ഷ്മി വസിക്കുന്നതിനും മൂദേവി വാസം അകന്നു പോകുന്നതിനും ഗ്രഹത്തിൽ നിന്നും ഒഴിവാക്കേണ്ട, നിർബന്ധമായിട്ടും എടുത്തു കളയേണ്ടതായിട്ടുള്ള വസ്തുക്കളിൽ ആദ്യത്തെ വസ്തു എന്ന് പറയുന്നത് ചെരുപ്പുകളാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പുകളല്ല, ഉപയോഗശൂന്യമായിട്ടുള്ള കീറിയതും പൊട്ടിയതുമായിട്ടുള്ള ചെരുപ്പുകൾ. ചിലരെങ്കിലും ഇതുപോലുള്ള ഉപയോഗശൂന്യമായിട്ടുള്ള ചെരുപ്പുകളും വീട്ടിൽ തന്നെ സൂക്ഷിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നിർബന്ധമായിട്ടും നിങ്ങളത് ഒഴിവാക്കണം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ചെരുപ്പുകൾ മാത്രമേ നിങ്ങൾ സൂക്ഷിക്കാനായിട്ട് പാടുള്ളൂ. പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല, അതുകൊണ്ടാണ് പലരും ഇങ്ങനെ സൂക്ഷിച്ചു വയ്ക്കുന്നത്. അതുമൂലം നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആ ഒരു നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത്, ആ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ എന്ന് പറയുന്നത് നിങ്ങളിൽ വളരെ വളരെയധികം ദോഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് സത്യം. അതുപോലെ തന്നെ ചെരുപ്പുകൾ എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം പ്രാധാന്യത്തോടെ സൂക്ഷിക്കേണ്ട ഒരു വസ്തുവാണ്. നമ്മുടെ പ്രധാന വാതിലിന്റെ മുന്നിലൊന്നും ചെരുപ്പുകൾ കൂട്ടിയിടാനായിട്ട് പാടുള്ളതല്ല. എപ്പോഴും രാത്രി കിടന്നുറങ്ങുന്നതിന് മുന്നേ വീട്ടിലെ മെയിൻ ഡോറിന്റെ മുന്നിലായിട്ട് ചെരുപ്പുകളൊന്നും വെച്ചിട്ടില്ല എന്നും ചെരുപ്പുകൾ കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് എടുത്തു വച്ചിട്ടുണ്ട് എന്നുള്ളതും ഉറപ്പാക്കേണ്ടതുണ്ട്. ഇതൊക്കെയും തന്നെ നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളെ, ധനപരമായിട്ടുള്ള ഉയർച്ചയെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ചെരുപ്പിന്റെ കാര്യത്തിൽ പല കാര്യങ്ങളും നമ്മൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഉപയോഗിച്ച ചെരുപ്പ് ഒരു കാരണവശാലും മറ്റൊരാൾക്ക് ദാനം ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ചെരുപ്പ് എന്ന് പറയുന്നത് ശനിയുടെ പ്രതീകമാണ്. ക്ഷേത്ര ദർശന സമയങ്ങളിലൊക്കെ ചെരുപ്പ് നഷ്ടപ്പെടുന്ന സമയത്ത് പലർക്കും അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇത് സന്തോഷകരമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. പലർക്കും വിഷമമാവും അല്ലേ പുതിയ ചെരുപ്പൊക്കെ നഷ്ടപ്പെടുന്ന സമയത്ത്.
എന്നാൽ നിങ്ങളിലെ ശനിദോഷം അകലുന്നു എന്നതാണ് ഇത് കാണിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ അടുക്കളയിലാണ്. ഞാൻ മുന്നേയും പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ എച്ചിൽ പാത്രങ്ങൾ രാത്രിയിൽ ഒരു കാരണവശാലും കഴുകാതെ അതുപോലെ വെച്ച് പോയി കിടന്ന് ഉറങ്ങാനായിട്ട് പാടുള്ളതല്ല. മഹാലക്ഷ്മി കോപിഷ്ഠയാകുന്ന ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. വീട്ടിലെ അടുക്കളയിൽ എച്ചിൽ പാത്രങ്ങൾ വെച്ചതിന് ശേഷം അതുപോലെ വെച്ച് പോയി കിടന്നുറങ്ങുന്നത്. നിർബന്ധമായിട്ടും അടുക്കള വൃത്തിയാക്കിയ ശേഷം മാത്രമേ നിങ്ങൾ രാത്രിയിൽ കിടക്കാനായിട്ട് പോകാൻ പാടുള്ളൂ. നമുക്കറിയാം ലക്ഷ്മി ദേവി കോപിഷ്ഠയായി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ് എന്ന്, അല്ലെ? ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിന്റെ പടിവിട്ടിറങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ദാരിദ്ര്യമായിരിക്കും, മനസമാധാനം നഷ്ടപ്പെടും. അപ്പൊ ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ടും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് അടുക്കള തന്നെയാണ്. അടുക്കള എപ്പോഴും വൃത്തിയായി സൂക്ഷിച്ചാൽ മാത്രമേ നമുക്ക് അന്നത്തിന് മുട്ടില്ലാത്ത ഒരു ജീവിത സാഹചര്യം വന്നു ചേരുകയുള്ളൂ, ദാരിദ്ര്യമില്ലാത്ത ഒരു ജീവിതം ഉണ്ടാവുകയുള്ളൂ. ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തു ചൂലുകളാണ്. നമുക്കെല്ലാവർക്കും അറിയാം, മഹാലക്ഷ്മി ദേവി വസിക്കുന്ന 108 അതിദിവ്യമായിട്ടുള്ള വസ്തുക്കളിൽ ഒന്നാണ് ചൂല് എന്ന് പറയുന്നത്. കൃത്യമായ ഒരു ഇടവേളകളിൽ നിങ്ങളുടെ വീട്ടിലെ ചൂല് മാറ്റാനും അതുപോലെ തന്നെ പൊട്ടിയതും തേഞ്ഞതുമായിട്ടുള്ള ചൂലുകൾ ഉപയോഗിക്കാതിരിക്കാനും വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ ചൂല് വാങ്ങി സൂക്ഷിക്കുക എന്നുള്ളതും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ചൂല് വാങ്ങിച്ചു കൊണ്ടുവന്നാൽ അത് ഉപയോഗിക്കണം, ഉപയോഗിക്കാതെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പാടുള്ളതല്ല. ഇനി ചൂല് വയ്ക്കുന്നതിനും വീട്ടിലൊരു പ്രത്യേക സ്ഥാനം കണ്ടെത്തുക. എവിടെയെങ്കിലും വലിച്ചു വാരി ഇടുന്നതും വളരെ ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ചൂല് ഏതെങ്കിലും ദിശയിലൊന്നും വയ്ക്കാനായിട്ട് പാടുള്ളതല്ല. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ചൂല് എങ്ങനെ വയ്ക്കണം, എവിടെ വയ്ക്കണം, എവിടെ വയ്ക്കാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ചൊക്കെ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കണ്ട് അതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ വളരെ ഉത്തമമാണ്. ഇനി അടുത്തതായിട്ട് നമ്മുടെ വീടിനുള്ളിൽ നിന്നും നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ട ഒരു വസ്തു എന്ന് പറയുന്നത് നിലച്ചു പോയിട്ടുള്ള ക്ലോക്കാണ്, വർക്ക് ചെയ്യാത്ത ക്ലോക്ക്. ഒരു കാരണവശാലും നമ്മുടെ വീടിനുള്ളിൽ അത് എത്ര മനോഹരമായിട്ടുള്ളതാണെങ്കിലും വർക്ക് ചെയ്യാത്തതായിട്ടുള്ള ക്ലോക്ക് വയ്ക്കാൻ പാടുള്ളതല്ല. ഇത് വയ്ക്കുന്നത് നമ്മുടെ സമയത്തെ തന്നെ നിലച്ചു പോകുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കും എന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതവും അങ്ങനെ അനിശ്ചിതത്വത്തിലായി പോകും. ജീവിതത്തിന് മുന്നോട്ടേക്കൊരു ചലനമില്ലാത്ത അവസ്ഥയിലായി പോകും. നിർബന്ധമായിട്ടും ചില ആൾക്കാർ മനോഹരമായിട്ടുള്ള ക്ലോക്കുകളൊക്കെ ആകുമ്പോൾ അത് നിലച്ചു പോയി കഴിഞ്ഞാലും അത് വർക്ക് ചെയ്യാതിരിക്കുന്ന സമയത്തും ഭംഗി കണ്ട് വീട്ടിൽ തന്നെ സൂക്ഷിക്കാറുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ ഇത് കാരണമായി തീരും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ വർക്ക് ചെയ്യാത്ത ക്ലോക്കുകൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് മാറ്റുക. നിർബന്ധമായിട്ടും ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത ഒരു വസ്തു എന്ന് പറയുന്നത് ഉപയോഗശൂന്യമായിട്ടുള്ള വസ്ത്രങ്ങളാണ്. ഉപയോഗശൂന്യമായിട്ടുള്ള വസ്ത്രങ്ങൾ നമ്മുടെ വീട്ടിൽ വയ്ക്കുന്നതും അതീവ ദോഷകരമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ധനപരമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാവാനും കടബാധ്യത വർദ്ധിക്കാനും ഒക്കെ ഇങ്ങനെ ഉപയോഗശൂന്യമായിട്ടുള്ള വസ്ത്രങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് കാരണമാകും. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, ആരും അത്രയധികം ശ്രദ്ധ കൊടുക്കാത്ത ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും തന്നെ നമ്മുടെ വീടിന്റെ മെയിൻ ഡോറിന്റെ അടുത്ത് ചവിട്ടിയിടാറുണ്ട്, വാതിൽപ്പടിയിലായിട്ട് ചവിട്ടിയിടാറുണ്ട്. എന്നാൽ ചില വീടുകളിലെങ്കിലും നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും വളരെയധികം കീറിയതും മുഷിഞ്ഞതുമായിട്ടുള്ള ചവിട്ടുകൾ ഇങ്ങനെ ഇട്ടിട്ടുള്ളത്. ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാലത്തും ധനവരവുണ്ടാവില്ല. വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമാണിത്. ചവിട്ടിയാണല്ലോ, ആ ചവിട്ടിയിൽ ചവിട്ടിയാണ് നമ്മൾ വീടിനകത്തേക്ക് കയറുന്നത്. എന്തായാലും അത് മുഷിയും എന്നുള്ളത് കൊണ്ട് തന്നെ പലരും അതിനത്ര പ്രാധാന്യം കൊടുക്കാറില്ല. കീറിയതും മുഷിഞ്ഞതുമായിട്ടുള്ള ചവിട്ടികളൊക്കെ ഇടുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുകയാണ് ഇങ്ങനെ ചെയ്യുന്നത് വഴി. വളരെ തുച്ഛമായ വിലയ്ക്ക് നമുക്കിന്നൊരു ഡോർമാറ്റ് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾ ഇതുപോലെ മുഷിഞ്ഞതും കീറിയതുമായിട്ടുള്ള ഡോർമാറ്റാണ് നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ട് ഡോറിൽ ഇടുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ അത് മാറ്റാനായിട്ട് ശ്രമിക്കുക. ആ ഒരു മാറ്റ് മാറ്റുക വഴി നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വന്നു ചേരും. അത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എന്നിരുന്നാൽ പോലും പലരും അത് അത്ര കണ്ട് ശ്രദ്ധിക്കാറില്ല. വീടിന്റെ ഒരു വശത്തും മാറാല കെട്ടിക്കിടക്കാനായിട്ട് പാടുള്ളതല്ല.
നമ്മുടെ വീടിനുള്ളിൽ മാറാല കെട്ടിക്കിടന്നാൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ വന്നു ചേരുമെന്നാണ് പറയുന്നത്. ജീവിതത്തിൽ എപ്പോഴും ദുഃഖങ്ങളും ദുരിതങ്ങളും മനസമാധാനക്കുറവും വന്നുകൊണ്ടേയിരിക്കും. വീട്ടിലുള്ള മാറാല ക്ലീൻ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കടവും രോഗദുരിതങ്ങളും എപ്പോഴും അലട്ടുന്ന ആളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ വീടിന്റെ എല്ലാ ഭാഗങ്ങളിലും മാറാല പിടിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് വൃത്തിയാക്കുക വഴി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരും. അതുപോലെ പൊട്ടിയ പാത്രങ്ങളോ പൊട്ടിയ വസ്തുക്കളോ ഉപയോഗശൂന്യമായിട്ടുള്ള മറ്റെന്ത് വസ്തുക്കളോ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അതൊക്കെയും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെയും തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളിലേക്ക് ദോഷം വിളിച്ചു വരുത്തുന്ന വസ്തുക്കളാണ്, കഷ്ടകാലം കൊണ്ടുവരുന്ന വസ്തുക്കളാണ്, കടവും ദാരിദ്ര്യവും വിളിച്ചു വരുത്തുന്ന വസ്തുക്കളാണ്. പക്ഷെ പലപ്പോഴും നമുക്കത് മനസ്സിലാകുന്നില്ല. നമ്മുടെ വീടിനുള്ളിൽ ഈ വസ്തുക്കളൊക്കെ വെച്ചത് കൊണ്ടാണ് നമുക്കൊരു ഗതി ഉണ്ടാവാത്തത്, ഉയർച്ച ഉണ്ടാവാത്തത് എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും വസ്തുക്കൾ നിങ്ങളുടെ വീട്ടിലുണ്ട്, നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്, നിങ്ങൾ വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ ഒരു കാര്യം ചെയ്തു നോക്കിക്കോളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന തെറ്റുകൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കിയത്, കടത്തിലേക്ക് നിങ്ങളെ നയിച്ചത്, ദാരിദ്ര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിച്ചത്, രോഗദുരിതങ്ങളിൽ നിങ്ങൾ വലയാൻ കാരണമായത്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.